മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്ക് പരിപ്പ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയുമായാണ്. ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ കറി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു പിടി പാലക്ക് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പാലക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇതിൽ ധാരാളം ഫൈബറും കാൽസ്യവും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും BP, ഷുഗർ, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ല സ്കിന്നിനും ഹെയറിനും പലതരം ക്യാൻസറിനെ ചെറുക്കാനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ഒരു ബൗളിലേക്ക് പാലക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ തണ്ടെടുക്കാതെ ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് 1/2 കപ്പ് ചുവന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുകിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. സവാളയൊന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ഇട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതിരിക്കാൻ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഇതാ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം അരിഞ്ഞു വെച്ച പാലക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്കെല്ലാം നന്നായി പിടിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കറി ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതിരിക്കാനാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാലക്ക് പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണ്, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.